Welcome to Bindu's Dreams. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അങ്ങനെ 50 നോയമ്പെല്ലാം തീർന്ന് നമ്മുടെ ഈസ്റ്റർ വരവായി ഈസ്റ്ററിന്റെ ഒരുക്കങ്ങളിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. രാവിലെ തന്നെ ചേട്ടൻ കുറച്ച് ബീഫും കുറച്ച് പോർക്കും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പോർക്ക് ചേട്ടനും ആൻസൂട്ടനും, ബീഫ് എനിക്ക് തന്നെ തിന്നാം. അപ്പൊ ആൻസിന് വേണമെന്നൊക്കെയാ പറയണേ. അപ്പൊ ഞാൻ എന്താ ഇവിടെ മീറ്റ് മസാലയൊക്കെ തിരുമ്മി നമ്മുടെ ബീഫിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് കട്ട് ചെയ്ത് കിട്ടുന്ന, പക്ഷെ ഈ തവണ നമുക്ക് കട്ട് ചെയ്തൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര തിരക്കായിരുന്നു, ക്യൂ നിന്നാ ബീഫ് വാങ്ങിയെന്നൊക്കെയാ പറയുന്നത്. ക്യാമറയിൽ എന്തെങ്കിലും ഇളക്കോ ഒക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആൻസൂട്ടനാട്ടോ, മുഖം ചൊറിയണം അല്ലാതെ അതൊക്കെയാണ്. അപ്പൊ നമുക്ക് ബീഫ് കറിയിലേക്കൊക്കെ പോകാം. ബീഫൊക്കെ ഇവിടെ മസാല തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. ഉരുളി അടുപ്പിൽ വെച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, ചുവന്നുള്ളിയുണ്ട്, അതുപോലെ തന്നെ സവോളയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇട്ട് വേണം ഉണ്ടാക്കാൻ എന്നൊക്കെ ചേട്ടൻ്റെ നിർദ്ദേശമുണ്ടെന്ന്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയുണ്ട്. വെളിച്ചെണ്ണ ഇത് മാത്രമേ കേട്ടോ, നമ്മുടെ അടുത്തടുത്ത് തീർന്നു. ഇനി നമ്മുടെ അടുത്തതിലേക്ക് നമ്മൾ പോകണം. അപ്പം നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കടുക്, ഉലുവ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് നന്നായിട്ട് വരണ്ടേ, ഡ്രൈ ആയി വരണം, തേങ്ങാക്കൊത്തൊന്ന് സെറ്റ് ആവണം. അപ്പോൾ തീ ഞാൻ കുറച്ചിട്ടേക്കോ കേട്ടോ, ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടി അങ്ങ് ഒന്നിച്ചങ്ങ് കരിയും. പിന്നെ കരിഞ്ഞ ഇറച്ചി അല്ലെങ്കിൽ വറുത്തരച്ച ഇറച്ചിക്കറി എന്നൊക്കെ പറഞ്ഞ് തിന്നാൻ വരും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ചേർത്ത് കൊടുത്തു കേട്ടോ, ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മുടെ സവോളയും നല്ല ഭംഗിയില്ലേ, നല്ല വയലറ്റ് കളറിൽ അല്ലെങ്കിൽ ഒരു ലാവണ്ടർ കളറിൽ സുന്ദരിയായ പൂ പോലെ ഇരിക്കുന്നു സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന കാണാനായിട്ട്. അപ്പം നല്ല രീതിയിൽ മസാലയൊക്കെ ഇട്ട് നല്ല സവോളയൊക്കെ ഇട്ട് നമ്മുടെ ബീഫ് കറിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. 3 കിലോ ബീഫാണ് വാങ്ങിയത്. അപ്പോൾ നമ്മുടെ സവോള ഏകദേശമൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചത് ചാറായിട്ടാണ് കേട്ടോ വെച്ചത്. കുറച്ച് ചാറ് ഗ്രേവി കൂട്ടി വെക്കുക ചെയ്തേ. അപ്പോൾ ഈ കിടക്കുന്ന എണ്ണയല്ല കേട്ടോ, നല്ല നെയ്യുള്ള ഇറച്ചിയായിരുന്നേ. ആ നെയ്യെല്ലാം കൂടെ അങ്ങോട്ട് ഇളകി നല്ല ടേസ്റ്റാണ്. അപ്പം ചേട്ടൻ നെയ്യ് ഇഷ്ടമല്ല, പക്ഷേ എന്നെ ഓർത്തിട്ട് കുറച്ച് നെയ്യ് അവരോട് പ്രത്യേകം പറഞ്ഞ് ഇടിയിപ്പിച്ചതാണ്. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് കള്ളപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കള്ളപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിയും തേങ്ങയൊക്കെ ഇട്ടിരിക്കുന്നു. അത് കള്ളുടിച്ചുണ്ടാക്കണല്ലേ കള്ളപ്പം. ഞാൻ ആദ്യമായിട്ടാണ് കള്ളു ടേസ്റ്റ്. ബാക്കി കള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ആ ഒരു ഇത് കണ്ടടാ, കരിക്കൊക്കെ ചെത്തി കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടില്ലേടാ, ആ ഒരു മത്ത് കണ്ട. പിന്നെ അരി കഴുകി വെള്ളം കൂടെ ഇച്ചിരി ചേർക്കട്ടെ, കഴുകി ചേർക്കാം. അപ്പോൾ ഈ കള്ളിന് കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ കള്ള് ആയതുകൊണ്ടല്ലേ.
ഇപ്പം പഞ്ചസാര ആദ്യം ആഡ് ചെയ്തായിരുന്നു, ഇനിയിപ്പോൾ വേണ്ട. ഇനിയിപ്പോൾ തേങ്ങ അരിയും കൂടെ അരച്ചേർത്താൽ മതി. പിന്നെ തേങ്ങയും അരിയും പിന്നെ 2-3 അല്ലി ഇതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാണെന്നറിയോ, ചുവന്നുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരല്പ ജീരകവും കൂടെ ചേർക്കട്ടെ. ആ ജീരകത്തിൻ്റെ പാത്രം എടുത്ത് തുറന്നു തന്നേടാ ആൻസേ. ഒന്ന് വേഗം കൊണ്ടുപോവാ. താത്തിയൊക്കെ പിടിക്കുക, അത് മതി. എന്നാ നമ്മുടെ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് രണ്ടാമത്തേം കൂടെ ചേർത്ത കളരെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടോ. വന്നേടാ, വന്ന് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ, ഉപ്പൊക്കെ കൂടിയെന്ന് അറിയാനേ, പഞ്ചസാരയൊക്കെ. വാ ഇവിടെ എണീറ്റ് വാ, ആക്ക് കാണിക്കേ. ഇവനെ ഇവിടുത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു, എല്ലാം ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ട്യൂബ് ശിശു. കള്ളിൻ്റെ ടേസ്റ്റ് ഉണ്ടോടാ? ഇല്ലേ? അപ്പം നമുക്കിനി അടച്ച് വയ്ക്കാം. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് സെറ്റാക്കാം. നമ്മുടെ കള്ളപ്പം ഇവിടെ നല്ല രീതിയിൽ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി രാവിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുളിച്ച് പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 11 മണിയായി, രാത്രി 11 മണിയായി. അപ്പോൾ തന്നെ ഞാനങ്ങ് ചുട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ച്. നാളെ ഞാൻ മലയാറ്റൂർ പോകുന്നുണ്ട്, ഞാനും ആൻസുകുട്ടനും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ അങ്ങ് ചുട്ട് വയ്ക്കുവാണെങ്കിൽ നമ്മൾ വെളുപ്പിനെ അങ്ങ് പോകും. അല്ലെങ്കിൽ പിന്നെ ആൻസിന് ഇനി സമയമൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാനുള്ള സൗകര്യത്തിനും പകലൊക്കെ പോയെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഞാനൊരു തവണ ഇതുപോലെ പോയിട്ടുള്ളതാണേ. അന്നും ഓട്ടോ വിളിച്ച് നമ്മൾ പോയിട്ടുള്ളതാണ്. അന്ന് ഇതുപോലെ നമ്മൾ 4 മണിക്ക് ഇവിടെ നിന്ന് പോയിട്ട് നമ്മളൊരു 8-9 മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി നമ്മൾ കല്ലിൽ അമ്പലത്തിലും കൂടെ കയറിയിട്ടാണ് വന്നത്. അതൊക്കെ ഒത്തിരി നാൾക്ക് മുന്നേ. അപ്പോൾ ഏറ്റവും ബെറ്ററായൊരു യാത്രയായിരിക്കും നമ്മൾ ഓട്ടോയിലൊക്കെ പോകുമ്പോഴേ. ഓപ്പൺ ആയിട്ടിരിക്കുമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയായിരിക്കും നമ്മൾ നാളെ പോവുക. അപ്പോൾ അതോടുകൂടി അപ്പോൾ ഒത്തിരി നാളായി, കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളത് പോയതേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കള്ളപ്പം നല്ല സൂപ്പർ കള്ളപ്പമുണ്ട്, നല്ല കട്ടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി വർഷങ്ങൾ കൂടിയാണ് കള്ളൊഴിച്ച്. അപ്പം സ്വന്തമായിട്ടൊക്കെ ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. നമ്മളതുപോലെ കടയിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഇന്നും പാലപ്പല്ലേ നേരത്തെ തന്നെ ചുടുന്നത്. അപ്പം നമ്മൾ മലയാറ്റൂർക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ, തീരാറായി. നമ്മൾ മലയാറ്റൂർക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ മലയാറ്റൂർ എത്താറായി. നമ്മൾ കള്ളപ്പമൊക്കെ ചുട്ട് നമ്മൾ എല്ലാം തീർന്ന് ഈസ്റ്ററിന് രാവിലെ തന്നെ നമ്മൾ മലയാറ്റൂർക്ക് പോകുന്നു. അത് കാണടി ഞങ്ങളോട്. അപ്പോൾ ഇന്ന് നല്ല തിരക്കൊക്കെ ആയിരിക്കും, ഈസ്റ്ററിൻ്റെ ഒക്കെ ഇതൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഇവിടെ വഴിയിലെ കാര്യം മലയാറ്റൂർ പള്ളി, മലയാറ്റൂർ താഴത്തെ പള്ളിയൊക്കെ അതേ കാണുന്നതാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു രൂപം, നല്ല രസമുണ്ട്. സെൻറ് തോമസ് ചർച്ച്, മലയാറ്റൂർ കുരിശുമുടി. ഇന്ന് ഈസ്റ്റർ അല്ലേ, ഇനിയിപ്പോൾ പൊതു ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും. അപ്പോൾ വീണ്ടും നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഞാൻ മലയാറ്റൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾ പതുക്കെ അങ്ങ് പോകുള്ളൂ, നമ്മളെ സ്പീഡിലൊന്നും പോകൂല. ഇതെന്തോ ചേട്ടാ പടപ്പെട്ടാന്ന് കേൾക്കണം. എന്റേതാണ് ഇതിന്റെ അടിയൊക്കെ ഇടിക്കണതാണ്. എനിക്കറിയാം, റിഫ്ലക്ടർ. അതല്ല, ആ സാധനത്തിന് ഇത് കണ്ടോന്ന് പറഞ്ഞില്ലേ, അതാ. രാത്രി ലൈറ്റ് തെളിയാനല്ല, നമ്മുടെ ലൈറ്റിൽ അത് റിഫ്ലക്ഷൻ ചെയ്യണ. ഇതേ കെട്ടിത്തൂക്കിട്ടേക്കണേ. ഇപ്പൊ എല്ലായിടത്തും ട്യൂബ് ലൈറ്റ് എല്ലാം കെട്ടിത്തൂക്കിട്ടേക്കോ. പണ്ടൊക്കെ ആയിരുന്നു APS. നല്ല ആൾക്കാർ കാണും. ബാഗ് എടുക്കണോ? എടുക്കണ്ടേ? എന്തേലൊക്കെ വെക്കാം, വല്ല കുപ്പി വെള്ളമൊക്കെ വേണ്ടാടാ. മെഴുകുതിരി
ആൻസൂട്ടന്റെ ഓരോ കോമഡി ചളിയൊക്കെ കേട്ട് മനുഷ്യൻ കിറങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്ന് പോന്നപ്പോ തൊട്ട് ഈ ചെറുക്ക് വായിൽ നാക്ക് അകത്തിട്ടിട്ടില്ല. ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോൾ അതെ 2 പട്ടി. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ആൻസിന്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് നോക്കാം. തിരിച്ചു പോകുമ്പോ ആൻസ് കിടന്ന് ഉറങ്ങുമായിരിക്കുവേ. നമുക്കപ്പൊ വീഡിയോ പിടിച്ചിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ആ ഉറപ്പ് ബെറ്റ്. കുരിശടി അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല. ഇതൊന്നും ചോദിച്ചാ എനിക്കറിയില്ല. അരമറത്ത് വെച്ചതാ തിരിഞ്ഞു പോയതായിരിക്കും. അപ്പൊ ഇവിടെ നക്ഷത്ര കവാടം ഒക്കെ കാണാനായിട്ട് കഴിയും. തടാകത്തിൽ മുതലൊന്നുമില്ല. ഇവന് ഏത് വെള്ളം കണ്ടാലും മുതലുണ്ടെന്ന് ചോദിക്കും. അപ്പോ മലയാറ്റൂര് കുരിശുമുടി ഇതാണ്, അതാണോ? അപ്പം കറി, ഓംലെറ്റ്, ബജി. വടക്കന്റെ ബജിക്കട. ഏതോ വടക്കുന്ന ആരോട്ട് വന്ന് ബജിക്കട ഇട്ടിട്ടുണ്ട്. അതാണ് ബോട്ട്. എന്നിട്ട് വെള്ളം കയറി മുങ്ങാനാ. നീ എന്തൊക്കെയാണോ ഈ പറയണേ? അപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന ബസ്സുകളൊക്കെ അതേ കിടക്കുന്നത്. നമ്മുടെ തൊടുപുഴയിൽ നിന്ന് വന്ന ബസ്സാണ് കേട്ടോ. തൊടുപുഴ, വാഴക്കുളം, കല്ലൂർക്കാട്. അയ്യോ ഇവിടെ തൊടുപുഴ ബസ്സുണ്ട്. അപ്പൊ ഒരു സന്തോഷം. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ലൈറ്റ് വെഹിക്കിൾ കയറ്റി പാർക്ക് ചെയ്യാം. അതായില്ല കയറ്റ്. ഇതേ അവിടെ ഒരു കാറിട്ട് തിരിക്കണ. കടയിൽ നിൽക്കണ ചേച്ചി ദാഹിച്ചിട്ട് നാരങ്ങ വെള്ളം എടുത്ത് കുടിക്കുന്നു. ഇതേ വിളിക്കുന്ന ഒരു ചേച്ചി മെഴുകുതിരി തരാന്ന്. അതോ ഇതാണോ പാർക്കിംഗ്? ആ ഓടി വാ ചേട്ടാ, മെഴുകുതിരി തരാന്ന് ചേച്ചി പറഞ്ഞു. ആലംബമില്ല. ഏത് മരത്തിന്റെ? കാക്കത്തൂറും. ആ മാവ് നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ. വേറെ വണ്ടി എടുക്കുമ്പോൾ തടസ്സമാകരുത്. നമ്മളങ്ങനെ കുരിശുമലയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെയൊക്കെ ആളുകൾ കഞ്ഞി വെച്ച് കുടിക്കുന്നുണ്ട്. ആ അവിടെ ഇട്ടു, ആർക്കും തടസ്സമില്ല. ഇവിടെ നിറച്ച് മാവാണല്ലോ. ചക്ക. മലയാറ്റൂർ കുരിശുമുടിയിലെ അടിവാരത്ത് തിരക്ക് തീരെ കുറവാണ് കേട്ടോ. ഈസ്റ്ററൊക്കെ ആകുമ്പം എല്ലാവരും വീട്ടിലൊക്കെ തന്നെ ആയിരിക്കും പൊതുവെ. പൊതു ഞായറാഴ്ച പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതേ ആൻസൂട്ട ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുപോലത്തെ കല്ലുകളാണ്. അഡ്വഞ്ചർ യാത്രയാണ്. അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് കയറിക്കോ. അങ്ങനെ നമ്മൾ മലയാറ്റൂർ കുരിശുമല കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. അധികം ജനത്തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അങ്ങ് ആളൊഴിഞ്ഞ ഒരു അവസ്ഥയൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പൊതുവെ കാണുന്ന ഒരു തിരക്കും കാര്യങ്ങളും ഇല്ലായിരുന്നു എന്ന് മാത്രം. ഞാനാണെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് വന്നു പോയതാണ്. പിന്നീട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഞാനും ആൻസൂട്ടനും തനിച്ചേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് വരാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ചേലപ്പുഴ ചേട്ടന് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ എന്തുകൊണ്ടോ ചേട്ടൻ ഇപ്പം ഈസ്റ്ററിന് എന്നാൽ പിന്നെ അങ്ങ് പോയേക്കാം, പിന്നെ വേറെ തിരക്കുകളിലൊന്നും പെടണ്ടല്ലോ എന്നും കരുതി നമ്മൾ ഈസ്റ്ററിന് തന്നെ അങ്ങ് പോയതാണ്. അപ്പം ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്താണ് പോയത്. കാരണം ഉറക്കമൊന്നും അത്ര ശരിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മലയാറ്റൂർ കയറിയപ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടോ ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നിയൊന്നുമില്ല കേട്ടോ. അത്ര ദൂരം നടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ തോന്നിയുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് ഞാനും ആൻസൂട്ടനും തനിച്ച് പോകുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന അന്നേരമൊക്കെ ഞാൻ ശരിക്കും അടുത്തിട്ട് ആൻസിനെ വലിച്ചു കയറ്റുമൊക്കെ ചെയ്യുമായിരുന്നു പല സ്ഥലങ്ങളിലൊക്കെ. പക്ഷേ ഇത്തവണ എന്താണോ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഞങ്ങളങ്ങ് ചിരിച്ച് കളിച്ചും ഒക്കെ ആയിട്ട് അങ്ങ് പോയത്. പിന്നെ ഭക്തി ഒരു സൈഡുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതം നമ്മൾ
എപ്പോഴും എൻജോയ് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടുകാരിയാണ് ഞാൻ. അപ്പം ഭക്തി എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകളിൽ മാത്രം ഭക്തി കാണുക എന്നുള്ളത് മാത്രം. അല്ലാത്ത നിമിഷമെല്ലാം നമ്മളായിരിക്കുക. നമ്മുടെ സന്തോഷങ്ങൾ ഒരിക്കലും ദൈവത്തിന് ഇഷ്ടപ്പെടാതെ നമ്മളില്ലല്ലോ അല്ലേ. മലയാറ്റൂർ 2ാം സ്ഥലത്തെത്തിയിട്ടോ. 1ാം സ്ഥലം ഇതാ അങ്ങ് താഴെ, 2ാം സ്ഥലം അടുത്ത്. ഇനി ഓരോ സ്ഥലങ്ങൾ അടുത്തടുത്തായിട്ട് വരും. അത്യാവശ്യം ജനത്തിരക്കുണ്ട് കേട്ടോ, തീരെ തിരക്ക് കുറവൊന്നുമില്ല. അതിങ്ങനെ എപ്പോഴും ഉണ്ടാകും. പിന്നെ ഇവിടെ ഇതുപോലെ നമുക്ക് മുഖമൊക്കെ കഴുകിപ്പോൾ, ഞാൻ ആദ്യം വന്ന പിത്തവും കഫമൊക്കെ ഇളകിയപ്പോൾ ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ആഴ്സൂട്ടം നിൽക്കുന്നത്. മുമ്പ് പോകും, പിന്നെ തിരിച്ചൊന്ന് ഇറങ്ങി വരും, പിന്നെയും പോകും. ചെരുപ്പ് കൂടി എൻ്റെ ഈ ബാഗ് പിടിച്ചേക്കോ. ഞാൻ എന്താ ഇപ്പോൾ ബാഗും ചോക്കണം, ചെരുപ്പും ചോക്കണം. വേണ്ടന്നേ. ആൻസൂട്ടൻ്റെ ഇവിടെ വന്നപ്പോഴത്തേക്ക് സ്റ്റാമിനെല്ലാം തീർന്ന് മടുത്ത് അവൻ അവശനായി. അവശ്യ കലാകാരൻ. ഞാൻ എതിരായി പോണേ. എടാ നിന്നെ ട്രോളെന്നടാ പപ്പാ. വെയിറ്റ് ഇല്ലല്ലോ. നമ്മളപ്പോ എത്രാം സ്ഥലം ഏതാ? 3ാം സ്ഥലത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിനാടാ ഓ ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും സത്യവും എന്ന് പറഞ്ഞോണ. ശരിട്ടോ. എടാ പോ. അവസാനം കുരങ്ങലാണ് ഇവനെ കൂട്ടത്തോടെ ആക്രമിക്കുമെന്നാണ് ഇലയും കൊടുത്തിട്ട്. ഹായ്. ആരോടാ ചേട്ടാ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഇനിയല്ല കൊടുക്കണ്ട കേട്ടോടാ. അത് നിങ്ങളെ പറ്റിക്കണ്ടാ, വിശന്നിരിക്കുന്നവരെ പറ്റിക്കരുത്. അതവര് കണ്ട്. അത് വേണേ ഓർമ്മ കുഞ്ഞിന് അത് കണ്ടടാ. അത് കണ്ടില്ലായിരുന്നു. പാവങ്ങള്. എന്റെ പുറകിലോ എന്തോ ഇരിക്കുന്ന പുള്ളി ലൈസൊക്കെയാണോ നിന്നെ? ഒരു കുത്തണ പരിപാടിയൊക്കെ ഉണ്ടോ? ആൻസൂടിന് അങ്ങനെ ഒരു മാങ്ങ കൊടുത്ത് അത് അതിൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. എന്തോരം പുളിയാ ചേട്ടാ തിന്നണേന്ന്. അതെ എടാ പെരുകം കൊണ്ട് തിന്നെ നോക്കണ നോക്കിയടാ. ഉണ്ടാക്കണ്ട വെച്ചിട്ട് കൊച്ചു മേടിച്ചു. നമ്മൾ 11ാം സ്ഥലത്തെത്തിയേ. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ധാരാളം കുരങ്ങുകളെയൊക്കെ കണ്ടു. ആൻസൂട്ടൻ ഭയങ്കര ഹാപ്പിയായി. കുരങ്ങൂട്ടൻ ആൻസിന് ഹാൻഡ് ഷേക്ക് കൊടുത്തു നിൽക്കുക പറഞ്ഞു. എനിക്ക് വയ്യ. ഷേക്ക് ഹാൻഡ് കൊടുത്തുന്നു. ഷേക്ക് ഹാൻഡ്. അതാ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കൂ, തല മാത്രമേ കണ്ടുള്ളൂ. 12ാം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് 2 സ്ഥലം. കാറ്റാണ് സുഹൃത്തുക്കളെ.
ഇത് എവിടെയെങ്കിലും ഒന്ന് കുത്തിവെക്കോ? അയ്യോ, ഇവിടെ എല്ലാവർക്കും ആശ്വാസമായിട്ട് ഒരു കടയുണ്ട് കേട്ടോ. പള്ളി വക ഒരു സ്റ്റാള്. അങ്ങനെ നമ്മൾ 13-ാം, ഇത് 13അല്ലേ? നമ്മൾ 13-ാം സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാ താഴേക്ക് കണ്ട. വാ, ചുറ്റിക്കാട്, മലകള്, ജനങ്ങള്, രൂപങ്ങള്, കല്ലുകള്, കാണിക്ക, കുരിശ്, കൊന്ത, കൊണ്ടുവരുന്ന തോർത്ത്, ഇതെല്ലാം. ഇവിടെ പള്ളിവക സ്റ്റാളുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ 2 ഐസ്ക്രീം വാങ്ങിച്ചു. ആൺസൂട്ടനുള്ളത് അവൻ സെലക്ട് ചെയ്തൊക്കെ വാങ്ങുള്ളൂ. ഇതാ പോയി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ പള്ളിവക സ്റ്റാള് വളരെ ആശ്വാസമാണ് തീർത്ഥാടകർക്കൊക്കെ. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു റൂട്ട് മാപ്പൊക്കെ ഉണ്ട്. വലിയ കുരിശുകളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ടോ. ഇനി നമുക്ക് കഴിച്ചിട്ട് പിന്നെ കാണാം കേട്ടോ. ഐസ്ക്രീം കൈ കിട്ടി. 50 അല്ലേ? ഞാനൊരു മാങ്ങ വാങ്ങി. ഏറ്റവും വണ്ണമുള്ള കുരിശ്, മലക്കുരിശിലെത്തിയാൽ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ കുരിശും ഓമം അല്ല, കുരിശും ഓമം, അതുപോലെ മതസൗഹാർദ്ദപരമായ ഒരു കുരിശ്. 2K25 ഈ വർഷം കൊണ്ടുവച്ചതാട്ടോ. ഈ കുരിശ് ഈ വർഷം കൊണ്ടുവച്ചതാണ്, 2025. കണ്ടോ, നല്ല രസമുണ്ട് അതില്ലേ? അത് സെറ്റ് ചെയ്തേക്കണം, നല്ല രസമില്ലടാ. ഏറ്റവും മണ്ണുള്ള കുരിശ, കോഴിപ്പാറ, പാലക്കാട്. ഹോളി ഫാമിലി ചർച്ച്, ചുള്ളിയാം കുളം. നല്ല വെയിറ്റുള്ള തടിയാ. ആ, അത് ഏറ്റവും ഹൈറ്റ് കൂടിയത് അല്ലേ? പക്ഷെ ഇതെങ്ങനെ കൊണ്ടുവന്ന് ഈ ഉരുണ്ട തടി കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഈ ഉരുണ്ട തടി കയറ്റാനേ ഭയങ്കര. പാലക്കാട്. നല്ല ഭംഗിയുണ്ട്. മാർത്തോമ മണ്ഡപം. കൊടും കാടാണേലും ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാ ചെറിയ പ്ലാവാണ് കേട്ടോ. എന്നിട്ട് ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടേ. കൊടും കാടാണ്. അപ്പം നമ്മൾ മലയാറ്റൂർ കുരിശുമല കയറി, കുരിശുമുട്ടി കയറി എത്തിയത് കുമ്പസാര വേദിയാണ്. പിന്നെ ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വളരെ നല്ല കാര്യമാണ്. പിന്നെ എൻക്വയറി ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ മർത്തോമ കുരിശുമുടിയുടെ തന്നെ ഒരു സ്റ്റാൾ ഇവിടെയുണ്ട്. നാരങ്ങ വെള്ളം, അങ്ങനെയുള്ള ജ്യൂസ് കാര്യങ്ങളും ഒക്കെയുള്ളൊരു സ്റ്റാളുണ്ട്. ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പാഞ്ഞ് നടക്കും കേട്ടോ. നെല്ലും തൊടാതെ പറന്ന് നടക്കുന്നു. പിന്നെ അവിടെ ആണെങ്കിൽ അല്ലല്ല, അത് ഇത് സ്ഥാപിച്ചത്, പൊന്നും കുരിശ് സ്ഥാപിച്ചത്, സ്വർണ്ണം കൊണ്ടല്ല. അത് കണ്ടേ ഇറങ്ങുള്ളൂ നമ്മൾ. പിന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ, തിരി, കൊന്ത, എണ്ണ, ആനവെള്ളം എല്ലാം ഇതാ അവിടെ കിട്ടും. ആ ഒരു സ്റ്റാളിൽ അവൈലബിൾ ആണ് കേട്ടോ. അവിടെ കുർബാന നടക്കുന്ന സ്ഥലം അവിടെയാണ്. ഇവിടെയൊക്കെ ഇരിക്കും. പള്ളി എന്ന് പറയാനില്ലടാ, ഇതാണ്. അപ്പോൾ അതാ ഇവിടെ പാറയാണ്. അപ്പോൾ ഉരുണ്ടുകൊണ്ട് താഴേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നാലും പൈപ്പ് പൊട്ടിച്ചോണ്ടങ്ങ് പോവും. ഇരിക്കൊന്നും വേണ്ടടാ, നല്ല വെയിലാ. അതൊക്കെ എടുത്ത് ചുറ്റുമുള്ള മലകൾ, പുഴകൾ. ഇവിടെ എന്താണ് ആന കുത്തിയ പള്ളി? ആന കുത്തിയത് കണ്ടോടാ, ആ ചില്ലിട്ട് വെച്ചേക്കണതിൻ്റെ ഉള്ളിൽ. ആ, ആന വന്ന് കുത്തിയതാ.
ആന കുത്തി ഒരടിയോളം കൊമ്പ് ആന കുത്തി കുത്തി ഇങ്ങനെ ആയതാ. കല്ലങ്ങ് തള്ളിയെന്നല്ലാതെ കല്ല് മറിഞ്ഞില്ല. ഇത് സ്ഥാപിച്ചതെന്നറിയോ? 1595. ആ അപ്പൊ ഇതാണ് ആന കുത്തിയ പള്ളി. കാട്ടാന നമുക്ക് ഈ സ്റ്റെപ്പിൽ കൂടി ഇറങ്ങി അടുത്ത സ്റ്റെപ്പിൽ കൂടെ കയറാം. അയ്യോ, തടിക്കുന്നൊക്കെ വലിയ കൊക്ക താഴേക്ക് നോക്കിയ ചേട്ടാ പേടിയാകണം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു കിണറുണ്ട് കേട്ടോ, താഴ്വാരം. നമ്മളിതാ ഈ കുരിശിനെ വണങ്ങാനാണ് നമ്മൾ ഇത് കഷ്ടപ്പെട്ട് ഇവിടെ കയറി വന്നത്. ഇതാണ് നമ്മുടെ പൊന്നിൻ കുരിശ്. അതിനു മുമ്പായിട്ട് നമുക്കിതാ ഈ ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാം. ഇതാണ് സെൻറ്റ് തോമസ് ചർച്ച്. അപ്പോൾ ഇതാണ് കൊടിമരം. തോമാശ്ലീഹായുടെ കാൽപാദം ഉള്ളത് ഇവിടെയാണ് കേട്ടോ. ഒരു പാറയിൽ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്. ഡോണ്ട് റൈറ്റ് ആൻഡ് ഡ്രോൺ ഗ്ലാസ്. തോമാശ്ലീഹായുടെ പാദമുദ്ര. ഏതാ പാദം? ഇതല്ലേ? ഇത് ദൈവമല്ലടാ, വിശുദ്ധിയുള്ള ഒരു പ്രവാചകനായിരുന്നു. ഒരു നോർമൽ ഒരു 8 ഇഞ്ച് 9 ഇഞ്ച് അല്ലേ, അത്രേ ഉള്ളൂ. ഒരു 9 ഇഞ്ച് ഒരു സാധാരണ കാണിൻ്റെ ഒരു കാലിൻ്റെ അത്രയും വലിപ്പം വരുള്ളൂ. അത് മനുഷ്യന്മാരെ മേടിക്കാൻ ചെയ്തെന്ന് പറഞ്ഞാൽ അതേ ചെയ്യുള്ളൂ. യശോദേ. ഇപ്പോൾ ബിന്ദു ഡ്രീംസ് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ മല ഇറങ്ങുകയാണ് കേട്ടോ. ഇതാ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മളിപ്പോൾ എത്തിയത്. ആൻസൂട്ടർ ചെരുപ്പില്ലാതെയാണ് കയറിയത് ഇറങ്ങുന്നതും. ചെരുപ്പ് ഞാൻ ചുമക്കുകയാണ് സുഹൃത്തുക്കളെ. ബാ, ചീസ് ബോൾ കൊടുക്കണായിരിക്കും. അവിടെ ഇരുമ്പോൾ കുരങ്ങനോട് നോക്കിയിരിക്കുമായിരിക്കും. കുരങ്ങിന് ചീസ് ബോൾ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ ഫുഡ് ഒക്കെ കുരങ്ങിന് വാങ്ങിച്ചാൽ പോകുന്നത്. നമുക്ക് കുരങ്ങച്ചന്മാരെ കണ്ടാൽ കുരങ്ങൻ കുട്ടികൾക്ക് കൊടുക്കാം, അല്ലേടാ? പട്ടീനെ കണ്ടാണ് കുരങ്ങൻ പേടിച്ചേ. പോടാ പട്ടീൻ്റെ കുരങ്ങൻ പട്ടീനെ നോക്കി ചേട്ടാ. ചേട്ടാ അവൻ്റെ പോകുന്നതായിരിക്കണം. ഓക്കെ ചേട്ടാ. ഇങ്ങോട്ട് വന്നേടാ അവന് വെള്ളം കൊടുക്കും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ മല ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാം സ്ഥലമൊക്കെ കഴിഞ്ഞ് പോന്നു. ഇപ്പോഴും ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം സംഖ്യയിൽ
4 മണിയായി. 4 മണിയായി. അങ്ങനെ നമ്മൾ മലയിറങ്ങി അടിവാരത്തിൽ വന്നു. ഞാൻ പലതവണ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ് എന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയേറെ അത്ഭുതം തോന്നി. കാരണം ഞാൻ ഇതുവരെ അവിടേക്ക് ഇത് ഇങ്ങനെ ഒരു തോമസ് ശ്ലീഹായുടെ ഒരു തിരുസ്വരൂപം ഇവിടെ ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുരിശുമലയൊക്കെ കയറി ആകെ ഇടങ്ങേറായി വന്നിരിക്കുകയാണ് കേട്ടോ. ഡാഷിനെ പോലെ ഇരിക്കുന്ന ഒരാളെ കാണിച്ചിടാവേ. ഇതാണ് ഡാഷ് പോയ ഡാഷിനെ പോലെ. എൻ്റെ ആനസുകൂട്ടൻ അങ്ങ് മടുത്തു പോയിട്ടോ. എൻ്റെ ആനസൂട്ടൻ മടുത്തു പോയേ. ചേട്ടാ ചേട്ടാ മടുത്തു പോയോ ചേട്ടാ? ചേട്ടനെ കണ്ട ഒട്ടും ക്ഷീണിച്ചൊന്നും പറയോ ഇല്ല. മുഖമൊക്കെ ഇരിക്കണം നോക്ക വല്ലാത്ത പോലെ. അതിന്റെ മുഖം കഴുകാത്ത ചേട്ടാ എപ്പോഴും മുഖം കഴുകണമാണല്ലോ. പിന്നെ എന്നെ കഴുകാഞ്ഞ ഞാൻ മടുത്തട്ടോ, സത്യം പറയാ. ഞാൻ കള്ളമൊന്നും പറയാറില്ല. എനിക്കിപ്പോൾ നല്ലൊരു കട്ടൻ ചായ ഇട്ടാണ് കുടിക്കാം. ഇവിടെ ചുക്ക് കാപ്പിയേ ഉള്ളു. എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ഓരോ മരത്തിൻ്റെ ചോട്ടിക്കൂടെയൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും മല കയറിയൊക്കെ ക്ഷീണിച്ച് വന്നവരാ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പം ഇങ്ങനെ മരത്തിൻ്റെ ചോട്ടിക്കൂടെയൊക്കെ ആളുകളെല്ലാം വന്നിരിക്കുകയാണ്. പിന്നെ പോലീസുണ്ട്, ആംബുലൻസ് ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, എല്ലാ കൂട്ട സംഭവങ്ങളുണ്ട്. നേർച്ച പായസമുണ്ട്. അവിടെ നേർച്ച പായസം എഴുതിച്ചിട്ടുണ്ട്. നേർച്ച പായസം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നേർച്ച പായസമൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. വാങ്ങിച്ചിട്ടുണ്ടോ നേർച്ച പായസം? അങ്ങനെയൊക്കെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ മല കയറാനായിട്ട് ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. മല ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കയറാനാണ് തിരക്ക്. അങ്ങനെ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സംഭവങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ബീഫ് കറി ഇരിപ്പുണ്ട്, കപ്പക്കുഴിക്ക ഇരിപ്പുണ്ട്, കള്ളപ്പ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇതെല്ലാം തിരിച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ പോവുകയാണ്. വെളിയിലിരുന്നാൽ മൊത്തം എന്താണേലും കേടായി പോകും. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വന്ന വഴിക്ക് മുതലക്കടം പള്ളിയിൽ ചെന്നു. നമ്മൾ ചെന്ന സമയം എന്ന് വെച്ചാൽ വളരെ കൃത്യമായ സമയത്താണ് നമ്മൾ ചെന്നത്. കാരണം നമ്മുടെ മുതലക്കടം പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറുകയാണ്. 24-ാം തീയതിയാണ് മെയിൻ പെരുന്നാൾ. 23-ഉം 24-ഉം മുതലക്കടം പള്ളിയിലെ പെരുന്നാളോടുകൂടി നമ്മുടെ ഈ ഭാഗത്തുള്ള സകല ആഘോഷങ്ങൾക്കും തിരികെടുകയാണ്. പിന്നെ അപ്പോൾ അല്ല പിടിക്കണല്ലോ. ഞാൻ വീഡിയോ പിടിക്കാനുള്ള കോൺസെൻട്രേഷനിലാണ്. ചേട്ടൻ എന്നെ നോക്കി പേടിപ്പിക്കണം. എല്ലാവരും കണ്ടോ? ഞാൻ നോക്കി പേടിപ്പിച്ചതല്ല. പിന്നെ അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് മുതലക്കടം പള്ളിയിൽ ചെന്ന്. കാരണം മുതലക്കടം പള്ളിയിലെ ഇലൂമിനേഷൻ അലങ്കാരങ്ങൾ കാണണം മക്കളെ. എന്നാ രസമാണെന്നറിയാവോ? എല്ലാ വർഷത്തെക്കാളും വളരെ മികച്ച രീതിയിൽ ഭയങ്കര സെറ്റപ്പായിരുന്നു. സെറ്റപ്പ് എന്ന് വെച്ചാൽ സെറ്റപ്പായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എടുത്ത് വെക്കാനായിട്ട് നമ്മൾ പാത്രം അന്വേഷിച്ചപ്പോൾ കിട്ടിയ പാത്രമാണിത്. ചേട്ടൻ പണ്ട് സൗദിയിൽ നിന്ന് കൊണ്ടുപോകുന്ന പാത്രമാണ്. ഇതെന്നാ ചേട്ടാ ഇരിക്കണേ? എന്താ ഇരിക്കണ്ടേ? കഴുകാൻ മതി. നേരത്തെ കഴിക്കുന്നതാണ്. കഴുകാൻ മതിയാ പോവും. അപ്പോൾ ഇത് ഫ്രാൻസിലെ പാത്രമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഇതൊരു ഡിന്നർ. അത് കഴുകണ്ട. ഒരു ഡിന്നർ സെറ്റായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ ഇനി ഇത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കൈകൊണ്ട് തൊടാറും ഇല്ല, എടുക്കാറില്ല. എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ 10-24 വർഷം മുമ്പ് കൊണ്ടുവന്ന് പാത്രം കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് പിന്നെ ഞാൻ അങ്ങ് കേൾക്കേണ്ട വരും. ചേട്ടൻ പറഞ്ഞു ഞാൻ പറയുമൊന്നുമില്ല, അതല്ല നെയ്യാട്ടാ. ചേട്ടൻ പറഞ്ഞു ഞാനങ്ങനെ പറയുമൊന്നും ഇല്ലാന്ന്. പക്ഷെ ചേട്ടൻ പറയുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇച്ചിരി വേറൊരു പാത്രത്തിൽ വെക്കുന്ന ആളെ എടുക്കാലോ. അപ്പം അത്ര ഇത് വേണം ഗ്രേവി. കാരണം നാളെ ചൂടാക്കുമ്പോൾ ഇത് കുറയും. ഇത് എവിടെ കയറ്റി വെക്കും ചേട്ടാ? അതൊക്കെ ഞാൻ ഓർക്കണം. പക്ഷേ ഇത് നല്ല കറുത്ത കളറേ. ഇതിനത്ര ഇല്ല. അതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അതെന്തിനാ? അല്ല അതിൽ നിന്ന് ഒരെണ്ണം നാളെ എടുക്കാം. വൈകുന്നേരം അതിനോ എന്തിനാ എടുക്കണം? എന്തിനാ? നാളെ ഇത് ഒരെണ്ണം എടുത്താ പോരെ? നാളെ ഇതിന് ഒരെണ്ണം എടുക്കാം. ഇതെടുക്കാം. അതെടുക്കാം. അതിനെങ്കിലും ചെയ്യാം. അപ്പപ്പ രാമൻ രാമൻ. എനിക്ക് ഒന്നോടെ മലയിട്ട് തോന്നുക. മലയെക്കുറിച്ചുള്ള കൊണ്ടുപോകുന്നുണ്ടോ?
അത് ഞായറാഴ്ച അച്ചാറച്ചല്ലേ ഉം. ദിവസം സാറല്ല ഞായറാഴ്ച പോണ കൊണ്ടുപോവില്ലേ എന്ന് പറയാൻ പറ്റില്ല. രണ്ട് വാഴ വെട്ടാലോ, ചേട്ടൻ തന്നെ ഒരിടത്ത് കൊണ്ടുപോകില്ല. രണ്ട് വാഴ വെട്ടാലോ. വേണ്ട വേണ്ട, വാഴയില വെട്ടാൻ പറ്റില്ല. സാധനം ശരിക്കും മൂടി വെക്കണം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പ്ലേറ്റ് എടുത്ത് മൂടിയാൽ മതി. മതിയാ? ഉം. പൈസ കണ്ടുപോയല്ലോ. പൈസ ആ ഞാൻ വാങ്ങാത്ത. ഡാൻസ് കൂട്ടന് അവിടെ നിന്ന് തോക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇല്ല, പോയോ? പോയി തോന്നു അല്ലേ? എടുക്ക. അതടയ്ക്കില്ലപ്പാ. അവിടെ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുക. പിന്നെ ആ വരും. ആ അല്ല ഈച്ചൻ ചാടുന്നത് മൂടി വെക്കണം. എല്ലാം എടുത്ത് ആ ആ ആ കഴുകി വെച്ചേക്കണം. ഇല്ല, ഇതിനകത്ത് കയറ്റി വെക്കാം. കറണ്ട് വരണം നോക്കണം. ചേട്ടൻ്റെ എടുത്തുകൊണ്ടുവന്ന മാങ്ങയാ മാങ്ങ. അപ്പം നമ്മൾ പള്ളി പെരുന്നാളിന് പോയിട്ട് വന്നിട്ടൊരു മലബാർ മിഠായി വാങ്ങിച്ചു, പിന്നെ ഉഴുന്നാട വാങ്ങിച്ചു, മലര് വാങ്ങിച്ചു, പിന്നെ ഒരു ഹൽവ വാങ്ങിച്ചു. എന്താ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. എന്നിട്ടിങ്ങ് പോകുന്നു. അപ്പം നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ ശേഷം അടുത്ത വീഡിയോ കേട്ട് വീണ്ടും This is Bindus Dreams. Bye.